ഉമ്മൻചാണ്ടി സാറ് ജനിച്ച തറവാടാണ്, അതായത് കുമരകത്താണ് ഇതുള്ളത്. അട്ടിപ്പീടിയ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടേക്ക് രണ്ടാം ചരമവാർഷികം ആഘോഷിക്കുന്ന ഈ സമയത്ത് നമുക്ക് അദ്ദേഹത്തിൻ്റെ വീട് ഒന്ന് കാണുക, അദ്ദേഹം ജനിച്ച ഒന്ന് അറിയുക. അതാണ് നല്ല തറവാട്ടിൽ ജനിച്ചിട്ട് എത്രയോ കോടീശ്വരനാകാമായിരുന്ന അദ്ദേഹത്തിന് കോടികളുടെ ഒരു സ്നേഹം, ആൾക്കാരുടെ ഒരു സ്നേഹം പിടിച്ചു പറ്റുക മാത്രമാണ് കഴിഞ്ഞത്. എന്തായാലും അതൊരു വലിയ നിധിയായിട്ട് സൂക്ഷിക്കുന്നത്. അതുകൊണ്ടാണല്ലോ നമ്മളൊക്കെ ഇവിടെ വന്ന് ഇവിടേക്ക് വരുന്നത്. അപ്പോൾ ഞാൻ ഇദ്ദേഹത്തിന് കാണാം. സാറേ നമസ്കാരം. ഇപ്പം ഉമ്മൻചാണ്ടി സാറിൻ്റെ അമ്മാച്ചൻ്റെ മകനാണ്. പേര് 4 അമ്മാച്ചന്മാരാണ്. ഒരു അമ്മാച്ചൻ്റെ മകനാണ്. എൻ്റെ പേര് കൊസിജിൻ ആൻഡ്രൂസ്. എൻ്റെ ഫാദറിൻ്റെ പേര് അന്ത്രയോസ് എന്നായിരുന്നു. അന്ത്രോച്ചൻ്റെ വീട്ടിൽ വിളിക്കും. ശരി. ഇത് ഇവിടെ റെയറായിട്ടുള്ള നെയിമാണ് അതല്ലേ നിങ്ങളുടെ പേര്? എൻ്റെ പേര് റെയറായിട്ടുള്ള പേരാണ്. ഇന്ത്യയിൽ വേറെ ആർക്കും ഇല്ല. ഒന്നുകൂടെ പറഞ്ഞ പേര്? കൊസിജിൻ ആൻഡ്രൂസ്. എൻ്റെ ഒരു പുതിയ ഇതുവരെ നമ്മൾ കേട്ടിട്ടില്ലാത്തൊരു പേരാണ് കൊസിജിൻ ആൻഡ്രൂസ്. റഷ്യൻ പ്രൈം മിനിസ്റ്ററുടെ പേരാണ് അലക്സി കൊസിജിൻ. അത് അങ്ങനെ ഇട്ടാണ്. അതെ, എൻ്റെ പേര് അലക്സ് എന്നാണ് പേര്. കൊസിജിൻ ആൻഡ്രൂസ് അത് ശരി. ഇത് ഉമ്മൻചാണ്ടി സാറിന്റെ അമ്മാവന്റെ മകനാണ്. അപ്പോൾ ഇദ്ദേഹത്തോടെ നമ്മൾ വിളിച്ച് നമുക്ക് ഈ സൗകര്യം ഉണ്ടാക്കി തന്നത്. അപ്പോൾ നമുക്ക് എന്നെ ഞങ്ങളെ വീടൊന്ന് കാണിക്കാമല്ലോ. ഇത് ശരിയായിട്ട് 200 വർഷം പഴക്കമുള്ള വീടാണ്. ഇദ്ദേഹം ഈ വീട്ടിലാണ് ജനിക്കുന്നത്. ഈ വീട്ടിൽ 3 പ്രമുഖ വ്യക്തികൾ ജനിച്ചിരിക്കുന്ന വീടാണ്. ഒന്നാണ് ഉമ്മൻചാണ്ടി, ഒന്ന് അഡ്വക്കേറ്റ് OM തോമസ്, ജവഹർലാൽ നെഹ്റുവായിട്ട് വളരെ ഒരുമിച്ച് സൗഹൃദ ബന്ധം സ്ഥാപിച്ചിരുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ക്ഷണം സ്വീകരിച്ചാണ്, ജവഹർലാൽ നെഹ്റു ക്ഷണം സ്വീകരിച്ചാണ് അഡ്വക്കേറ്റ് OM തോമസ് ഇവിടെ കേരളത്തിൽ വന്ന് പ്രസംഗിക്കുകയൊക്കെ ചെയ്തിരുന്നത്. അത്രയ്ക്ക് അടുപ്പമുള്ള ആളായിരുന്നു. അദ്ദേഹം ജനിച്ചത് ഈ മുറിക്കകത്ത് തന്നെയാണ്. പിന്നെ HMTയുടെ സ്ഥാപകനാണോ അതോ ചെയർമാനോ അങ്ങനെയായിരുന്നു ഒരു ആളുണ്ട്. അദ്ദേഹം ഈ മുറിയിൽ തന്നെയാണ് ജനിച്ചത്. അപ്പോൾ ഇത് പ്രശസ്തർ 3 പേര് ജനിച്ച വീട്. ഇനിയിപ്പം മറ്റേ ആരിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബക്കാരെയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് പ്രസവിപ്പിച്ചാൽ മതി കേട്ടോ. അല്ല, നേഴ്സിനെയൊക്കെ സെറ്റാക്കി കഴിഞ്ഞാൽ ഇവിടെ തന്നെ പ്രസവിപ്പിക്കുക, അതാണ് വേണ്ടത്. അപ്പം നമുക്ക് ഇത് ശരിയാണ് പോർട്ടിക്കാണോ? ഇത് ഡൈനിങ് റൂമായിട്ടാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അല്ല, അന്ന് പോർട്ടിക്കായിരുന്നു ശരിയായിട്ട്. അന്ന് എനിക്ക് അതിനെപ്പറ്റി അറിയത്തില്ല. പോർട്ടിക്കായിട്ടാണെന്ന് തോന്നുന്നു. ശരിയായിട്ട് പോർട്ടിക്കായിരുന്നു. വരുന്ന ഗസ്റ്റ് വരുമ്പോൾ ശരി. ഗസ്റ്റ് ഹൗസ് ആയിട്ടാണ്. ശരി. പ്രമുഖരൊക്കെ താമസിച്ചിട്ടുള്ള സ്ഥലം? താമസമില്ല. ശരി. അഡ്വക്കേറ്റ് OM തോമസ് എന്നൊക്കെ പറഞ്ഞ പ്രമുഖനാണ്, വളരെ പ്രമുഖരായിരുന്നു. പിന്നെ ഉമ്മൻചാണ്ടി സാർ വരും ഇവിടെ വരുമ്പോഴൊക്കെ ഇവിടെ എപ്പോഴും ഇവിടെ വരുമ്പോഴുള്ള ഈ മുറിക്കകത്താണോ? ഈ മുറിക്കകത്ത് വരും, താമസിക്കും. അത് എല്ലായിടത്തും വരുന്നിക്കും. മെയിൻ ആയിട്ട് വരുന്നത് ഈ അന്തി ഉറങ്ങിയിട്ടുണ്ടോ? ഈ അടുത്ത കാലത്തെങ്ങാണോ? ഇല്ല, അടുത്ത കാലത്ത് അന്തി ഉറങ്ങിയിട്ടില്ല. അങ്ങനെ ഉറക്കമില്ല. ചെറുപ്രായത്തിൽ ഇവിടെ താമസിക്കും, കുളിക്കുക, അതിന് വേണ്ടിയിട്ട് മാത്രമാണ് വരുന്നത്. ചേട്ടനും ഞാനീ അനിയനും പെങ്ങളും എല്ലാം ഇവിടെയുണ്ട്. ഇതെല്ലാം ഓരോ മുറികളല്ലേ? ഇതിപ്പോ സാധാരണ ഈ അറയും നേരം നമ്മൾ കാണുമ്പോൾ അത്ര ഹൈറ്റ് കാണത്തില്ല, തലയൊക്കെ ഇടിക്കുന്ന രീതിയിലായിരിക്കും. ഇപ്പൊ അങ്ങനൊന്നും അല്ലല്ലോ. അല്ല, ഇന്നത്തെ കാലം പൊക്കി ഇത് പണിതിരിക്കും. ശരി. ഇത് പക്ഷേ ഈ തറയൊക്കെ നമ്മൾ പിന്നെ മോഡിഫൈ ചെയ്ത് ടൈലിട്ടതാണ്. ഇത് അത് നെല്ലിടുന്ന സ്ഥലമായിരുന്നു, അറയെന്ന് പറയും. ശരി. നമുക്ക് അറ ഇതിനകത്ത് മറ്റേ മണിച്ചിത്രത്താഴില്ലാത്ത സംഭവം അങ്ങനത്തെ ആ താഴ് തന്നെയാണോ ഇത്? അത് തന്നെയാണ്. ഇത് 200 വർഷത്തിന് മുകളിൽ പഴക്കമുള്ള മണിച്ചിത്രത്താഴാണ്. അപ്പോൾ ഇതാണ് മണിച്ചിത്രത്താഴ് എന്ന് പറയുന്നത്. ഇതിനെ അനുകരിച്ചിട്ടാണ് ഇപ്പോൾ നമ്മുടെ പോർട്ടിക്കോലൊക്കെ വെക്കുന്നത്. പക്ഷേ ഇതുപോലൊരു പോർട്ടൊന്നും ഉണ്ടാക്കത്തില്ല. ഈ ചിത്രങ്ങളൊക്കെ കാണത്തുള്ളൂ. പക്ഷേ ഇതുപോലെ മണിയടിക്കുമോ? ഇത് തുറക്കും അല്ലേ? മണിച്ചിത്രത്താഴ്. അതിനകത്തെ ഒരു സ്പ്രിംഗ് ഉണ്ട്, ആ സ്പ്രിംഗ് അടിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് അത് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകുമ്പോൾ ഇതും അതുപോലെ ആ മുറി 2 അറയാണ്. നെല്ലിടുന്ന അറിയാം. ഇവിടെ ശരിയായിട്ട് നെൽകൃഷിയായിരുന്നല്ലോ. ഞങ്ങളുടെ കുടുംബം എല്ലാം നെൽകൃഷിയായിരുന്നു. പിന്നെ ഉമ്മൻചാണ്ടി സാറിന്റെ മുറി എന്ന് പറയുമ്പോൾ ജനിച്ച മുറി ഇവിടെ ഉമ്മൻചാണ്ടി സാർ ജനിച്ച മുറിയാണ് നമ്മളിത് കാണുന്നത്. 200 വർഷം പഴക്കമുള്ളത്. 3 മഹാന്മാർ ജനിച്ചതാണ് ഈ മുറിക്കകത്ത്. അപ്പോൾ ഈ മുറിയുടെ ഒരു പവിത്രത എന്തെന്ന് പറയും. ഏതായാലും ചേട്ടാ നോക്കുന്നത് കാണാം. അപ്പം ഇതാണ് ഉമ്മൻചാണ്ടി സാറിൻ്റെ മുറി അല്ലേ? ജനിച്ച മുറി. ശരി. അപ്പോൾ ഇതിനങ്ങോട്ടുള്ള കണക്ഷനൊക്കെ ഉണ്ടല്ലേ? ഡൈനിങ് റൂമാണ്. ഓക്കെ. ഇത് ഡൈനിങ് റൂമിലേക്കുള്ള
അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരിക്കലും ഇത് പൊളിക്കുന്നതിനെ കുറിച്ച് ചിന്തയില്ല? ഇല്ല, ചിന്തയില്ല. നിങ്ങളുടെ മക്കൾക്കും ഇല്ല? ഇല്ല. ഇത് അങ്ങനെ സൂക്ഷിക്കാനാണ്. ഇപ്പോഴത്തെ ഗവൺമെന്റ് നിയമം പഴയ വീടുകൾ പൊളിക്കാൻ പാടില്ലെന്നായിട്ട് നിയമം. അപ്പോൾ അത്രയും പഴക്കമുണ്ട്, പുരാവസ്തുവിന്റെ കൂട്ടത്തിൽ പെടുത്താൻ. 200 വർഷം പഴക്കം, വളരെ പഴക്കം. അത് ശരി. എത്ര വർഷം പഴക്കമുള്ള തടികളൊക്കെയാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അന്നത്തെ ഒരു സൗകര്യത്തിൽ കാണുന്ന ഇത് അന്നത്തെ മണ്ണവിളക്കൊക്കെ അല്ലേ ഇത്? ഇതൊക്കെ അത്രയും ഈ 200 വർഷം തന്നെ ഈ ഉമ്മൻചാണ്ടി സാറൊക്കെ പഠിക്കുന്നൊക്കെ ഈ വിളക്ക് മണ്ണെണ്ണ വിളക്കൊക്കെ ആണല്ലോ ലൈറ്റ് ഒക്കെ എല്ലായിടത്തും ഇല്ല. ഇവിടെ തന്നെ ലൈറ്റ് വരുന്ന അത് കണ്ട. ഇത് ഒന്ന് 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 തിളക്കം കൊടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ സ്വർണം പോലെ തിളങ്ങുക. അതുപോലത്തെ മെറ്റീരിയലായത്. ഹൈസ്കൂൾ വരെയുള്ള സമയത്തും അവധിക്കാലത്ത് ഇവിടെ വരും, അല്ലാത്ത സമയത്തില്ല. ഞാൻ എൻ്റെ ഫാദർ പറഞ്ഞിരിക്കുന്നത്. ശരി. അന്ന് വന്നു കഴിഞ്ഞാൽ അത് കുളിക്കാൻ വേണ്ടി തോട്ടിലിറങ്ങി കുളിക്കുകയാണ് ഹോബി. അത് ശരി. അന്ന് ഇതുപോലത്തെ വെള്ളമല്ല, നല്ല വെള്ളം. അപ്പോൾ അന്നൊക്കെ ഇപ്പൊ നമുക്ക് ഇറങ്ങി ഇപ്പൊ ആരും കുളിക്കില്ലെന്ന് തോന്നുന്നു. കുളിക്കും, എന്നാലും ഇച്ചിരി ചെളി വെള്ളം കൂടുതലാണ്. അന്ന് കയറി കഴിഞ്ഞാൽ 3 മണിക്കൂർ 3.5 മണിക്കൂറൊക്കെയാണ് വെള്ളത്തിൽ കിടക്കുന്നത്. അതിന് വേണ്ടി മാത്രമാണ് പിള്ളേരെല്ലാം ഇവിടെ വരുന്നത്. ഇതിങ്ങനെ പടി കെട്ടിയിട്ടിരിക്കുക. ഇത് പക്ഷെ അന്നേ ഉണ്ടോ ഈ പടിയൊക്കെ? അന്ന് കടവുണ്ട്. ഉണ്ടോ? ശരി. ഓക്കെ. ഓ, അന്ന് വെട്ടുകല്ല അങ്ങനെ കിടക്കുക. ഓ ശരി. വെട്ടുകല്ലുകൊണ്ട് കെട്ടിയിരിക്കുന്നത്. അടുത്ത ആളാണ് സിമെന്റ് ഒക്കെ തേച്ചിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ പിന്നെ ആരും കുളിക്കത്തില്ല? കുറച്ച് പിള്ളേരൊക്കെ ചിലപ്പോൾ കുളിക്കും. പക്ഷെ വെള്ളം അത്ര ചില സമയം എപ്പോഴും മാറിക്കൊണ്ടിരിക്കും വെള്ളം അല്ലേ? അപ്പൊ ഇവിടെ കുളിക്കാനായിട്ടാണ് പുള്ളി ചാടി കുടുംബം വരുന്നത്. ആരൊക്കെ കൂടെ വരുന്നത്? ഉമ്മൻചാണ്ടി സാർ, അമ്മയും അനിയന്, പെങ്ങള്, പിന്നെ ഇവിടുത്തെ പിള്ളേരും എല്ലാവരും ഉണ്ട്. അവരുടെ പിള്ളേരും എല്ലാം, അവരുടെ കൊച്ചുമക്കളും എല്ലാം. പിന്നെ ഇവിടെ ഇപ്പൊ ചിലപ്പോൾ പിന്നെ ആക്സിഡന്റ് ഒക്കെ ഉണ്ടാകത്തില്ല? ഇങ്ങനെ ആഴമില്ല, നല്ല ആഴം ഉണ്ടാവും. അന്നത്തെ കാലത്ത് പിള്ളേരെല്ലാം കൂടെ ഒരു പ്രാവശ്യം വെള്ളത്തിൽ ഇറങ്ങി കിടന്നിട്ട് ഒരു പ്രാവശ്യം തിരിച്ച് പിള്ളേരെ ഒരു കൊച്ചു വെള്ളത്തിൽ പോയി മരിച്ചിട്ടുണ്ട്. ശരി. അങ്ങനെ ഉണ്ട്, സംഭവിച്ചിട്ടുണ്ടോ? അപ്പൊ ഉമ്മൻചാണ്ടി സാറിന് അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല? ഉമ്മൻചാണ്ടി സാറിന് വെള്ളത്തിൽ പോയിട്ട് പുള്ളിയുടെ വല്യപ്പൻ്റെ അനിയൻ അദ്ദേഹം വലിച്ചു കരക്കി കയറ്റി. അന്ന് നീന്തറിയത്തില്ലായിരുന്നു? നീന്തത്ര അറിയത്തില്ല. വലിയ തോട്ടിലോട്ട് ആഴമുള്ള കയറാൻ പറ്റില്ല. അങ്ങനെ യാദൃശ്യമായിട്ട് വെള്ളത്തിൽ പോയി. അയ്യോ, അത് അന്ന് പിടിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് മുഖ്യമന്ത്രി പോയി. പുള്ളി വല്യപ്പൻ്റെ അനിയൻ ചാണ്ടിക്ക് പിടിച്ച് അടിക്കുകയൊക്കെ ചെയ്തു. വെള്ളത്തിൽ ചാടിയാണ്. അത് ശരി. പിള്ളേരെല്ലാം കണ്ണ് തെറ്റിയാൽ തോട്ടി ചാടും. ഇവിടെ എത്ര ഏക്കർ സ്ഥലമുണ്ട് ഇപ്പോൾ? ഇവിടെ 2.5 ഏക്കറാണ്. 2.5 ഏക്കറിനകത്ത് നിൽക്കുക. ശരി. അപ്പോൾ നിങ്ങൾ ഏതായാലും ഈ വീട് ഇങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് പോകാൻ തന്നെയാണ് ആഗ്രഹം അല്ലേ? ഇതിൻ്റെ ചോർച്ചയൊക്കെ ഉണ്ടാകാറുണ്ട്, അതൊക്കെ പരിഹരിക്കും? ചോർച്ചയൊക്കെ ഉണ്ടാകാറുണ്ട്. എല്ലാ വർഷവും ഓടിൻ്റെ മെയിൻ്റനൻസ് വരുന്നുണ്ട്. പഴയ വീടാണ്, തട്ടുംപുറമൊക്കെ ഉള്ളതുണ്ട്. അത് മെയിൻ്റനൻസ് ഒക്കെ ചെയ്ത് അങ്ങ് പോവാം. ചെയ്ത് തന്നെ പോവാം. നിങ്ങൾക്ക് നല്ല സാമ്പത്തിക ചിലവാണ് ഇതിനെ ഇങ്ങനെ പെയിൻ്റ് അടിച്ച് ഇങ്ങനെ നിർത്തണമെങ്കിൽ തന്നെ. അതെ. ഇവിടെയാണ് ആൾക്കാർ താമസിക്കുന്നത് ഇപ്പം കൂടുതൽ അങ്ങോട്ട് ശല്യം ചെയ്യാറില്ല. ആ കെട്ടിടത്തിലേക്ക് അധികം ഇവിടെ വേറെ മുറിയുണ്ട്, അതങ്ങനെ സംരക്ഷിച്ചിരിക്കുക. അത് ശരി, അത് വലിയ കാര്യം. അപ്പോൾ ഇവിടെ മറ്റേ ആ മുറിയും ഇത് ആ വീടും രണ്ടും രണ്ട് വീടാണ്. ആദ്യം വന്നത് നമ്മളിപ്പം കണ്ട ഉമ്മൻചാണ്ടി സാറിനെ ജനിച്ചു എന്ന് പറയുന്ന വീട്, അതിനുശേഷം പണിതാണ് ഈ വീട്. എന്നാൽ ഇതിനും നല്ല പഴക്കമുണ്ട്. അതും അപ്പോൾ അതിനുശേഷം ഇവർ ഈ വീടുകളെ തമ്മിൽ യോജിപ്പിച്ചിരിക്കുകയാണ് ഒരു പോർഷൻ. നമുക്ക് കാണാം. എന്തായാലും വളരെ സന്തോഷമാണ് ഇവിടെ നിൽക്കാനായിട്ട്. കാരണം ഇത് പുള്ളിയുടെ ശരിയായിട്ടും ഒരു പക്ഷേ പുള്ളിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലേസ് ഏതാണെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഈ കുമരകത്തിൻ്റെ ഈ സ്ഥലം തന്നെ പറയും. കാരണം എപ്പോഴും ഇവിടെ വരാതെ പോകാറില്ല. ശരി. ഇവിടെയാണ് ഉമ്മൻചാണ്ടി സാർ ഇപ്പോൾ വരുമ്പോൾ നിങ്ങളോടൊക്കെ സംസാരിക്കുന്നതൊക്കെ ഇവിടെയാണ് അല്ലേ? അതെ ശരി. ഒന്നും നിസ്വാർത്ഥമായി സേവനം അനുഷ്ഠിച്ച ഒരു മനുഷ്യൻ. ജീവിതത്തിലെ കേരളത്തിലെ പല മുഖ്യമന്ത്രിമാരും വാരിക്കോരി പിന്നെ സമ്പാദ്യങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഒരു സമ്പാദ്യം ഉണ്ടാക്കാതെ സ്വന്തമായിട്ടൊരു വീട് പോലും പണി തീർക്കാനാവാതെ മരണപ്പെട്ട ഒരാളാണ് നമ്മുടെ ഉമ്മൻചാണ്ടി സാർ എന്ന് പറയുന്നത്. ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഏറ്റവും സന്തോഷം തോന്നുന്ന, വലിയ അഭിമാനം തോന്നുന്ന നിമിഷങ്ങൾ ഏതൊക്കെയാണ്? ഇദ്ദേഹം പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്നൊരു മനുഷ്യനാണ്. കാരണം അവരെന്ത് കാര്യം വന്ന് ചോദിച്ചാലും ഒരിക്കലും നോ പറയത്തില്ല. എപ്പം വേണേലും ഇറങ്ങി വരുന്ന തയ്യാറാണ്. ഒരിക്കലും എവിടെ എത്ര തിരക്കുണ്ടല്ലോ അവരെ കണ്ടിട്ടേ പോകുള്ളൂ, ഇവിടെ ചെയ്തിട്ടേ പോകുള്ളൂ. ഇവിടെയൊക്കെ വരുമ്പോൾ ധാരാളം ആൾക്കാർ കൂടാറില്ലേ പല കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട്? വന്നു കഴിഞ്ഞാൽ ആളുടെ ബഹളമാണ് ഇവിടെ വന്നാലും. ശരി.
നിങ്ങൾക്ക് സ്വസ്ഥമായിട്ട് സംസാരിക്കാൻ അവസരം കിട്ടത്തില്ല. ശരി, ആൾക്കാർ കൊണ്ടുപോകും. ശരി. ചിലപ്പോൾ വരുമ്പോഴൊക്കെ ചിലപ്പോൾ ഇങ്ങനെയുള്ള വരുമ്പം ഇപ്പം അറിയാതെയാണ് ചില സമയത്ത്, എന്നാലും ആരെങ്കിലും കുറച്ച് പേര് കാണും. ശരി. അവസാനം വരുന്നത് ഇവിടുത്തെ അച്ഛൻ മരിച്ചതിൻ്റെ 40 ദിവസത്തിന് വന്ന അന്ന് സമയത്തിന് വരാൻ പറ്റില്ല, കുറെ കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പം വന്നപ്പം ഇവിടെ ചോറൊക്കെ കഴിച്ചു, ഒറ്റയ്ക്ക് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടാണ് പോയി. ഇവിടെ വരുമ്പോൾ ഒത്തിരി ആൾക്കാർ നിവേദനങ്ങളും പരാതിയും പരിഭവവും ഒക്കെ ആയിട്ട് വരും. അറിഞ്ഞാൽ അവിടെ വന്നിരിക്കും. ശരി. ഇപ്പം നമ്മൾ ഇപ്പം ഇന്ത്യയിലെ നമ്മുടെ മൊത്തം മുഖ്യമന്ത്രിമാരെ നോക്കുമ്പോൾ ഇത്രയോ മുഖ്യമന്ത്രിമാരെല്ലാം കോടീശ്വരന്മാരായിട്ട്, ഒന്നുമില്ലാതെ വന്ന് മുഖ്യമന്ത്രിയാകുക അല്ലെങ്കിൽ ഏതെങ്കിലും മന്ത്രിയാകുക, അതിനുശേഷം കോടീശ്വരരായിട്ട് പിന്നെ അവരെ കാണുക എന്നുള്ളതാണ്. ഉമ്മൻചാണ്ടി സാറിൻ്റെ ഒരു വീട് ഞങ്ങൾ അവിടെ കിടക്കുന്നത് കണ്ടു. 2 പില്ലർ ഇപ്പോഴും ആണ് നിൽക്കുകയാണ്. അത് എനിക്ക് തോന്നുന്ന കമ്പിയൊക്കെ തുരുമ്പിച്ചു. അപ്പോൾ ഇതൊന്നും പണിയാൻ പൈസ ഇല്ലാതെ എന്താണ് ഇദ്ദേഹം ഈ മുഖ്യമന്ത്രി കാലത്ത് നേടിയെടുത്തതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. എനിക്ക് അതിനെപ്പറ്റി ഒന്നും മറുപടി പറയാനില്ല. ശരി. അതങ്ങനെ, അതാണ് പുള്ളിയുടെ ജീവിതം എന്ന് പറയുന്നത്. പക്ഷെ ജീവിച്ചിരുന്നപ്പോൾ ആരും തിരിച്ചറിയാതെ പോയി എന്ന് സങ്കടം തോന്നുന്നുണ്ടല്ലേ? തിരിച്ചറിഞ്ഞില്ല. ഇപ്പം ശരിയായിട്ട് ഇതൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ ഈ ഭരണം ഒന്നും മറിഞ്ഞു പോകാതെ അദ്ദേഹത്തിന്റെ കയ്യിൽ തന്നെ ഇരുന്നേനെ. മക്കളുടെ അത് പുറത്ത് പറഞ്ഞു പോയേനെ. ഇദ്ദേഹം അതൊന്നും പറയത്തില്ല, ഒരു കാര്യം ആരോടും. ശരി. തനിക്ക് തന്നെ ചതിച്ചവരെയോ അല്ലെങ്കിൽ ഒന്നും പുള്ളി അങ്ങനെ പറയില്ല. ഒരിക്കലും ആരോടും പ്രതികാരത്തിനും ഒരിക്കലും പോകത്തില്ല. ഒരു ആരോടും ദേഷ്യപ്പെട്ട് കണ്ടിട്ടില്ല, ഒരിക്കൽ പോലും ദേഷ്യപ്പെട്ട് ചേർത്തില്ല. പക്ഷെ പറയത്തില്ല. പക്ഷെ നിങ്ങൾക്ക് ഭയങ്കര അഭിമാനമാണ് ഇങ്ങനെ ഒരു തറവാട്ടിലാണ് ഇങ്ങനെ ഒരു എന്താ വിളിച്ചോണ്ടിരുന്നത്? കുഞ്ഞുഞ്ചായ എന്നാ വിളിക്കുന്നത്. അപ്പൊ ജ്യേഷ്ഠനാണ്. ശരി. അപ്പോൾ ജ്യേഷ്ഠൻ അനിയനാണ് നമ്മുടെ ഉമ്മൻചാണ്ടി സാറിൻ്റെ അനിയനാണ്. കാരണം ഇതെല്ലാം കസിൻ ബ്രദേഴ്സാണ്. ചാണ്ടിയമ്മനെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരു ഉമ്മൻചാണ്ടിയുടെ ഒരു ആളായിട്ട്, ഉമ്മൻചാണ്ടിയുടെ ഒരു പിൻഗാമിയായിട്ട് തന്നെ വരും എന്ന് വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. കാരണം ഇപ്പോഴത്തെ നമ്മുടെ നിമിഷപ്രിയയുടെ കാര്യത്തിൽ ഇടപെട്ടത് ഒരു വലിയൊരു, നമുക്ക് ചിന്തിക്കാൻ മേലാത്തൊരു കാര്യമാണ്. അദ്ദേഹം ഇടപെട്ടതിൻ്റെ പേരിലാണ് ഇത്രയൊക്കെ വരെ എത്തിച്ചല്ലോ. കാരണം സുപ്രീം കോടതി വരെ പുറകോട്ട് പോയതിന് ശേഷം അദ്ദേഹം പോയി കാന്തപുരം മുസ്ലിയാരെ കണ്ട് അതിന് ഇത്രയും വരെ എത്തിച്ചു. ഇനിയുള്ള ബാക്കി കാര്യങ്ങൾ ബാക്കി ദൈവം. കാരണം ഉമ്മൻചാണ്ടിയുടെ പ്രാർത്ഥന അവിടെ കിടക്കുവാണ്. ശരി. ആത്മാവ് അല്ലേ? ആത്മാവ്. അതെ. അതേപോലെ പിന്നെ കോട്ടയത്തെ കേസും ബിന്ദുവിൻ്റെ കേസ്, അദ്ദേഹം ഉമ്മൻചാണ്ടിയുടെ പ്രാർത്ഥന അവിടെ കിടക്കും എപ്പോഴും. അതെ. അതുകൊണ്ടാണല്ലോ ഇപ്പോഴും ഉമ്മൻചാണ്ടിയുടെ കളറെ പോയി ആൾക്കാർ പ്രാർത്ഥിക്കാൻ വേണ്ടി വരുന്നതിൻ്റെ കാര്യം. പക്ഷെ ഒരു വലിയ ബാധ്യത കൂടി ചാണ്ടിയമ്മനുണ്ട്. കാരണം എപ്പോഴും പുള്ളിയെ തുലനം ചെയ്യുന്നത് അച്ഛനെ വെച്ചിട്ടാണ്. അതൊരു കുഴപ്പമാണ് പുള്ളിക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. എല്ലാം കാണുന്നു ഉമ്മൻചാണ്ടിയെ പോലെ ആയില്ല. പക്ഷെ നമുക്കറിയാം ഉമ്മൻചാണ്ടിയെ പോലെയുള്ള മനുഷ്യര് ഒരു 100 വർഷത്തിനിടയ്ക്കോ അല്ലെങ്കിൽ 500 വർഷത്തിനിടയ്ക്കൊക്കെ ഒരാളായിരിക്കും അതേപോലെ ജനിക്കുന്നത്. അതെ. ചെറുപ്പകാലങ്ങളിൽ ഇവിടെ അവധിക്ക സമയത്ത് ഓടിയെത്തുന്ന അവിടെ തോട്ടി ചാടാനും അമ്മയുടെ കൂടെ വരുന്നതാണ്. അമ്മ വീട്ടിൽ അന്നത്തെ കാലത്ത് അമ്മ വീട്ടിൽ വന്ന് താമസിക്കാൻ മെയിനായിട്ട് തോട്ടി കുളിക്കാനാണ് എല്ലാവരും വരുന്നത്. ഈ റിസോർട്ട് നമ്മൾ നടന്നല്ലേ? അതെ. ശരി. ഇപ്പം ഇങ്ങനെ ധാരാളം റിസോർട്ടുണ്ടോ? ആൾക്കാരൊക്കെ ധാരാളം വന്ന് താമസിക്കാറുണ്ടോ ഇവിടെ? കുമരകം റിസോർട്ട് എന്ന് പറഞ്ഞാൽ ന്യൂയോർക്ക് ടൈംസ് പറഞ്ഞിരിക്കുന്നതിൽ ലോകത്തിൽ കണ്ടിരിക്കേണ്ട 10 സ്ഥലങ്ങളിലൊന്ന് കുമരകമായിട്ടാണ്. ശരി. അത് ഗൂഗിളിനകത്ത് അടിച്ചാൽ കാണാം. ഇതിൽ 10 സ്ഥലങ്ങൾ ഒന്നാണ് കുമരകം. ശരി. ഇവിടെ എത്ര മുറിയുണ്ട്? 5 ഇവിടെ 5 മുറിയുണ്ട്. അതിപ്പം റൂമായിട്ടും മൊത്തത്തിലും കൊടുക്കും അല്ലേ? വീടായിട്ടും മൊത്തമായിട്ടും കൊടുക്കും. ശരി. ഉമ്മൻചാണ്ടിയായ ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസ്സാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.